നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോറിലേഷൻ അനാലിസിസ് ആണ്. കോറിലേഷൻ അനാലിസിസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. കാൾ പേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതുപോലെ തന്നെ സ്പിയർമാൻസ് റാങ്ക് മെത്തേഡ്, മൂന്നാമത്തത് കോൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിൽ കാൾ പേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ 3 മെത്തേഡ്സ് ഉണ്ട്. ആക്ച്വൽ മീൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ്. അടുത്തത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് അങ്ങനെ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണമെന്നില്ല. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ വരുന്നത് R=n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സും വൈയും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ തന്നിട്ട് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മേഷൻ എഴുതിയെടുക്കുക. അതിനുശേഷം ഡയറക്റ്റ്ലി നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നടത്താൽ മതി. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.69 ആണ്. 0.7 അടിയിലായതുകൊണ്ട് തന്നെ സ്ട്രോങ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യേണ്ട. ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും, കൺക്ലൂഷൻ എഴുതിയെടുക്കാൻ പറ്റും.